അടുത്തായിട്ടുള്ളത് ഷാർപ്പൻ ടൂളാണ്. ഞാൻ ഈ ഒരു ഇമേജ് ഇടുന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിനൊക്കെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ഷാർപ്പൻ ടൂൾ എന്ന് പറയുന്നത്. ഷാർപ്പൻ ടൂള് ബ്ലർ ടൂളിൻ്റെ താഴെയായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ബ്ലർ ടൂളിലുള്ളതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടീസ് ഇതിലും വരുന്നുള്ളത്. ഫസ്റ്റുള്ളത് ആ ഒരു ബ്രഷിൻ്റെ സൈസും ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെയാണ്. അതിന് പിന്നെയുള്ളത് സ്ട്രെങ്ത്ത്. അതേപോലെ തന്നെ ബ്ലർ ടൂൾ വന്നതുപോലെ തന്നെ ഷാർപ്പിൻ്റെ സ്ട്രെങ്ത് ആണ് അതിൽ ഉദ്ദേശിക്കുന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ ഷാർപ്പ് വേണ്ടത് അതുപോലെ ഇതിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്ട്രെങ്ത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സ്ട്രെങ്ത്ത് ഇതിൽ 12 കൊടുക്കുന്നുള്ളത്. ഞാൻ ഈ ഒരു ഫേസിലായിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഒരു ഫേസിലായിട്ട് ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഷാർപ്പ് കൂടുന്നുള്ളത്, ഷാർപ്പാന്നുള്ളത് ആ ഒരു ഫേസിൽ. ഇനി അതേപോലെ സ്ട്രെങ്ത്ത് കൂട്ടിയിട്ട് നോക്കാം. ഞാൻ സ്ട്രെങ്ത്ത് 50 കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഞാൻ ഇവിടെ ബ്രഷ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും സ്ട്രെങ്ത്ത് കൂടുമ്പോൾ അതിൻ്റെ ഷാർപ്പും കൂടി കൂടുന്നുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഷാർപ്പൻ ടൂള്. അപ്പോൾ അധികം ബ്രഷ് ചെയ്യുന്ന ടൈമിൽ ഫേസിലൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെങ്ത്തൊക്കെ കുറച്ച് തന്നെ ചെയ്യാൻ നോക്കാം. എനിക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു ഇമേജിൽ ആ ഒരു ഫേസിലായിട്ട് ഷാർപ്പ്നെസ് കൂടിയിട്ടുണ്ടാവും. ഇനി അടുത്തായിട്ടുള്ളത് സ്മഡ്ജ് ടൂളാണ്. ഞാൻ ഈ ഒരു ഇമേജ് പഴയതുപോലെ തന്നെ ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഷാർപ്പ് കൊടുത്തതും അതേപോലെ തന്നെ മുമ്പുണ്ടായ ഒരു ഇമേജും കൂടി ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്തത് സ്മഡ്ജ് ടൂളാണ്. ഷാർപ്പൻ ടൂളിൻ്റെ താഴെയായിട്ടാണ് സ്മഡ്ജ് ടൂളും കൂടി വരുന്നുള്ളത്. ഓക്കെ, സ്മഡ്ജ് ടൂൾ എടുത്താൽ കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്മഡ്ജ് ടൂൾ എടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് മെനു ബാറിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും. ഷാർപ്പൻ ടൂളിലും ബ്ലർ ടൂളും ഉള്ളതുപോലെ തന്നെയാണ് പ്രോപ്പർട്ടീസ് ഇതിലും വരുന്നുള്ളത്. സെയിം പ്രോപ്പർട്ടീസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, അതിൻ്റെ സ്ട്രെങ്ത്തും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ ഒരു ഇമേജിൻ്റെ ഹെയർ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഹെയർ സ്മഡ്ജായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് സ്മഡ്ജ് ടൂൾ എന്ന് പറയുന്നത്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഫേസിലും ചെയ്യാൻ പറ്റും. ഫേസൊക്കെ ക്ലിയർ ആക്കാനൊക്കെ പറ്റുന്നതാണ് ടൂൾ വെച്ചിട്ട്. ഇതേപോലെ തന്നെ ഫേസൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്മഡ്ജ് ടൂൾ ഉപയോഗിക്കാം. ഇതിൽ അതേപോലെ തന്നെ സ്ട്രെങ്ത്ത് കൂട്ടി നോക്കാം. നമുക്ക് സ്ട്രെങ്ത്ത് ഇപ്പോൾ 100 കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഫേസിൽ ഞാൻ ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രെങ്ത്ത് കൂട്ടിയാലുള്ളത് ഇതുപോലെ ആയിരിക്കും വരുന്നത് സ്മഡ്ജ്. അപ്പോൾ സ്ട്രെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ സ്മഡ്ജ് ചെയ്യാൻ നോക്കാം. അടുത്ത ഞാൻ എടുക്കാൻ പോകുന്നത് ബേൺ ടൂൾ, അതായത് ഡോഡ്ജ് ടൂള്, ബേൺ ടൂള്, സ്പോഞ്ച് ടൂൾ എന്നിങ്ങനെ 3 ടൂൾസാണ് എടുക്കാൻ പോകുന്നത്. ടൂൾ ബാറിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഈ 3 ടൂൾ വരുന്നുള്ളത്. ആദ്യമായിട്ടുള്ളത് ഡോഡ്ജ് ടൂളാണ്. കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോഡ്ജ് ടൂൾ വരുന്നതായിരിക്കും. ഡോഡ്ജ് ടൂൾ എന്ന് പറയുന്നത് ഒരു ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷൻസിനെ മാത്രം കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് കൂട്ടാനോ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നുള്ളത്. ബേൺ ടൂൾ എന്ന് പറയുന്നത് നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഇമേജിൻ്റെ കുറച്ചും കൂടി ഡാർക്കായി കിട്ടാൻ ഹൈലൈറ്റ്സ് കൂട്ടി കുറച്ചും കൂടി ഡാർക്കാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് ബേൺ ടൂൾ എന്ന് പറയുന്നത്. സ്പോഞ്ച് ടൂൾ എന്ന് പറഞ്ഞാൽ ഡോഡ്ജിൻ്റെയും ബേണിൻ്റെയും ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഒരു കളറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഞാൻ ഇവിടെ ഡോഡ്ജ് ടൂളാണ് കാണിക്കാൻ പോകുന്നത്. ഡോഡ്ജ് ടൂൾ എടുത്താൽ നിങ്ങൾക്ക് അതിന് വിത്ത് പ്രോപ്പർട്ടീസൊക്കെ കാണാൻ പറ്റും. ഞാൻ ആദ്യം ഇതിൽ എടുക്കുന്നത് ഈ ഒരു ഇമേജിനെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പുതിയതൊന്നും കൂടി എടുക്കുന്നുണ്ട്. Ctrl+J അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ആയി കിട്ടാൻ പറ്റും. ഇനി പുതിയൊരു ലെയർ എടുത്തതിന് ശേഷം ഞാൻ 50% ഗ്രേ ആണ് ഇതിലെടുക്കാൻ പോകുന്നത്. അതെടുക്കുന്നത് എങ്ങനെ വെച്ചാൽ മെനു ബാറിൽ എഡിറ്റിൽ ഫില്ല് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ കണ്ടൻസ് എന്ന് പറഞ്ഞ് 50% ഗ്രേ എന്നുള്ളൊരു ഇത് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, പാറ്റേൺ ഹിസ്റ്ററി, ബ്ലാക്ക്, 50% ഗ്രേ, വൈറ്റ്, ഇങ്ങനെ 50% ഗ്രേ എന്ന് പറയുന്നത് ഈ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും നടുക്കായിട്ട് നമുക്ക് ആ ഒരു ഗ്രേ ഒരു ഷെയ്ഡ് കാണാൻ പറ്റും. അതാണ് 50% ഗ്രേ എന്ന് പറയുന്നുള്ളത്. ഇങ്ങനെ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കീസ് ആയിട്ട്
ഷിഫ്റ്റ് ആൻഡ് ബാക്ക് സ്പേസ് അടിച്ചാലും ഈ ഒരു 50% ഗ്രേ ആ ഒരു ഫില്ല് വരുന്നതായിരിക്കും. ഇത് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ബ്ലെൻഡിങ് മോഡിൽ ഓവർലേ ആണ് കൊടുക്കുന്നുള്ളത്. ഓവർലേ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡോഡ്ജ് ടൂൾ എടുത്ത് അതിൻ്റെ എക്സ്പോസ് ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അതായത് എക്സ്പോസ് കുറച്ചാൽ മതി, ഒരു 7 ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഹൈലൈറ്റ് ആക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും അതേപോലെ അതിൽ ആ ഒരു ലൈറ്റ് അടിക്കുന്ന ഭാഗത്തൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോഡ്ജ് ടൂൾ എന്ന് വെച്ചാൽ ഇമാജിനെ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു 50% ഗ്രേ എന്ന് പറഞ്ഞാൽ ലെയർ 2ലാണ് ചെയ്തിട്ടുള്ളത്, ഇമാജിൻ ലെയറിലല്ല. പിന്നെയുള്ളത് ബേൺ ടൂളാണ്. ബേൺ ടൂൾ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടി, ഇതില്ല ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എക്സ്പോസ് അതേപോലെ തന്നെ ഡോഡ്ജ് ടൂൾ ബേൺ ടൂളും ഫസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഒരു ഡാർക്ക് ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഇമേജ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് അതായത് ഏതൊക്കെ ഭാഗത്താണ് എഡിറ്റ് ചെയ്തതെന്ന് കാണണമെങ്കിൽ ആ ഒരു ലെയർ 2 എന്ന് പറഞ്ഞ ആ ഒരു ലെയർ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഇങ്ങനെയുള്ള ഇമേജാണ് ഞാൻ ബേൺ ടൂളും ഡോഡ്ജ് ടൂളും യൂസ് ചെയ്ത് ഇതുപോലെ ആക്കിയത്. നിങ്ങൾക്ക് ഡോഡ്ജ് അതായത് ഹൈലൈറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബേൺ ടൂൾ എടുത്ത് അതിൻ്റെ എക്സ്പോസൊക്കെ കുറച്ച് എഡിറ്റ് ആക്കാൻ പറ്റും. അതായത് ഹൈലൈറ്റ് കൂടിയതാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ആ ഒരു ഷെയ്ഡൊക്കെ കളയാൻ പറ്റും. ഇതുപോലെ ഞാൻ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഡോഡ്ജ് ടൂളും ബേൺ ടൂളും എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്പോഞ്ച് ടൂളാണുള്ളത്. അതിനായിട്ട് ഞാൻ ഈ ഇമേജ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതായത് ആ 3 ഇമേജസും ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇമേജും കൂടി ആ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. സ്പോഞ്ച് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ മോഡിന്ന് 2 മോഡ്സാണ് അതിലുള്ളത്, സാച്ചുറേറ്റ്, ഡീസാച്ചുറേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഡീസാച്ചുറേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ മാക്സിമം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോമിലേക്കാണ് കൊണ്ടുവരുന്നത്. അതേപോലെ സാച്ചുറേറ്റ് എന്ന് പറഞ്ഞാൽ ബേണിങ്ങും ഡോഡ്ജിങ്ങും ഒരേപോലെ നടന്നുകൊണ്ട് ആ ഒരു കളറ് കൂടി വരും. ഓവർ ബ്രൈറ്റ് ആയിട്ടും കിട്ടില്ല, അതേപോലെ ഭയങ്കര ബേൺ ആയിട്ടും കിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു കളറായിട്ടായിരിക്കും സാച്ചുറേറ്റ് ചെയ്താൽ കിട്ടുന്നുള്ളത്. ആദ്യം നമുക്ക് സാച്ചുറേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഇമേജിൻ്റെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രഷ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഇമേജ് കളർ സാച്ചുറേറ്റ് കൂടി വന്നിട്ടുള്ളത്, സാച്ചുറേറ്റ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. അതായത് ആ ഒരു സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ ഒരു വേറെ ഒരു കളറായിരിക്കും അതിൽ വരുന്നുണ്ടാവുക, ഹൈലൈറ്റ്സ് ഒക്കെ കൂടി വേറെ ഒരു കളറായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഡീസാച്ചുറേറ്റ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഡീസാച്ചുറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോമിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇതുപോലെ ആ ഒരു ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയില്ല, എന്നാലും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോമിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇതുപോലെയൊക്കെ ഇമേജ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 ടൂൾസ് ഉപയോഗിക്കുന്നുള്ളത്. ഡോഡ്ജ് ടൂള്, ബേൺ ടൂള്, സ്പോഞ്ച് ടൂള് എന്നിങ്ങനെ 3 ടൂൾസാണ് അതിലുള്ളത്. അടുത്തായിട്ടുള്ളത് ടൈപ്പ് ടൂളാണ്. ഫോട്ടോഷോപ്പിലെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ടൈപ്പ് ടൂൾ എന്ന് പറയുന്നത്. കീബോർഡിൽ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ടൂൾ സെലക്ട് ആയി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ടൂൾ ബാറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടൈപ്പ് ടൂൾ വരുന്നത്. ടൈപ്പ് ടൂൾ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 രീതിയിലുള്ള ടൈപ്പ് ടൂൾസ് ആയിരിക്കും കാണുന്നത്. അതായത് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂള്, വെർട്ടിക്കൽ ടൈപ്പ് ടൂള്, വെർട്ടിക്കൽ ടൈപ്പ് മാസ്ക് ടൂൾ, അതേപോലെ ഹൊറിസോണ്ടൽ ടൈപ്പ് മാസ്ക് ടൂൾ. ഇങ്ങനെ 4 ടൈപ്പ് ടൂൾസ് ആണ് ഇതിലുള്ളത്. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂളാണ്. ഞാൻ ടൈപ്പ് ടൂൾ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വലിയൊരു ടൈപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് ഈ ഒരു
ഭാഗത്തായിട്ട് കുറയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് കുറക്കാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നുള്ളത്. ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ടൈപ്പ് മൂവ് ആക്കിയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ എന്തെങ്കിലും എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി, ആ ഒരു ടൈപ്പ് സെലക്ട് ആക്കാൻ പറ്റും. അതേപോലെ ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് മാത്രമായിട്ട് നിങ്ങൾക്ക് ടൈപ്പ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി എന്നുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. അതായത് മെനു ബാറിൻ്റെ താഴെയായിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് പാനൽസിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടും പ്രോപ്പർട്ടീസ് ഉണ്ട്. പാനൽ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ എന്നുള്ള ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ മെനു ബാറിൽ വിൻഡോയിൽ പോയി ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പാനലായിട്ട് അത് വരുന്നതായിരിക്കും.